12ാം നൂറ്റാണ്ടിൽ ഹൊയ്സാല രാജാക്കന്മാർ കാവേരി നദീതീരത്ത് നിർമ്മിച്ച ചെന്നകേശവ ക്ഷേത്രം വാസ്തുവിദ്യ കൊണ്ടും ചിത്രചാതുര്യം കൊണ്ടും മൈസൂരിൽ നിന്നും 35 കിലോമീറ്റർ മാറി സോമനാഥപുരയിൽ ഇന്നും തലയെടുപ്പോടുകൂടി നിൽക്കുന്നു. മുസ്ലിം രാജാക്കന്മാരായ മാലിക് കഫൂറിനും മുഹമ്മദ് ബിൻ തുഗ്ലക്കിനും ശേഷം യൂറോപ്യന്മാരടക്കം കൊള്ളയടിച്ച് കട്ടുമുടിച്ച ഈ ക്ഷേത്രം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. രാമായണം, മഹാഭാരതം, ഭാഗവതം മുതലായ ഗ്രന്ഥങ്ങളിലെ കലാരൂപങ്ങളും ഹൊയ്സാല കാലഘട്ടത്തിലെ സംസ്കാരവുമാണ് കരിങ്കല്ലാൽ നിർമ്മിച്ച ഈ ക്ഷേത്ര ചുമരുകളിൽ ചിത്രപ്പണികളാൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. മിഷനറികളോ മറ്റ് ആയുധങ്ങളോ ഇല്ലാത്ത 12ാം നൂറ്റാണ്ടിൽ എന്ത് ആയുധങ്ങൾ ഉപയോഗിച്ചായിരിക്കും ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങൾ നടത്തിയത് എന്നുള്ള കാര്യം ഇവിടെ എത്തുന്ന ഓരോരുത്തരെയും അതിശയത്തിലേക്ക് ആഴ്ത്തുന്ന ഒന്ന് തന്നെയായിരിക്കും. ഓരോ ശില്പങ്ങളിലും ജീവൻ തുടിക്കുന്ന കാഴ്ചകളാണ് നമ്മൾക്കിവിടെ കാണാൻ കഴിയുന്നത്. പലതും തകർത്ത് തരിപ്പണമാക്കിയെങ്കിലും ഇന്നും അതിന്റെ അവശേഷിച്ച കലാരൂപങ്ങൾ നമ്മൾക്കിവിടെ ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ, ആകർഷിക്കുന്ന രീതിയിൽ ചുമരുകളിൽ ആലേഖനം ചെയ്ത കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. വർണ്ണിക്കാൻ വാക്കുകളില്ല സുഹൃത്തുക്കളെ, പ്രൗഢഗംഭീരമായ ശില്പങ്ങൾ. ഈ ക്ഷേത്രത്തിൽ തുല്യ പ്രാധാന്യമുള്ള 3 ശ്രീകോവിലാണുള്ളത്. ശ്രീകോവിലേക്ക് കടക്കുമ്പോൾ കടഞ്ഞ് മിനുക്കി പോളിഷ് ചെയ്ത ഗംഭീരമായ തൂണുകളാണ് നമ്മളെ ക്ഷണിക്കുന്നത്, നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. കൃഷ്ണശിലയിൽ തീർത്ത മഹാവിഷ്ണുവിന്റെ വ്യത്യസ്തമായ 3 വിഗ്രഹങ്ങളും ശ്രീകോവിൽ കാണാൻ കഴിയും. അമൂല്യമായ നിധിശേഖരങ്ങളെല്ലാം കൊള്ളയടിച്ച് നശിപ്പിച്ച ഈ ക്ഷേത്രത്തിന്റെ ഡീറ്റെയിൽഡ് ആയ വീഡിയോ ജിത്തൂസ് ജെൻ എന്ന ഫേസ്ബുക്ക് ചാനലും യൂട്യൂബ് ചാനലും കൊടുത്തിട്ടുണ്ട്, കണ്ടു നോക്കണേ.